ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇന്നലെ 6 മാസം പൂർത്തിയായതോടെ ഇസ്രായേൽ എന്ന രാഷ്ട്രം ആഭ്യന്തരമായും ബാഹ്യമായും നേരിടുന്ന പ്രതിസന്ധികൾ അതീവ മൂർധന്യാവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേലിനെ വാവിട്ട് കരയിക്കാൻ തങ്ങൾ ഉചിതമായ സമയം തേടിയിരിക്കുകയാണെന്നും ഇതിനിടയിൽ നിന്നും മാറി നിൽക്കണമെന്നും അമേരിക്കയോട് ഇറാൻ ആവശ്യപ്പെട്ടു. 33,000-ഓളം സാധാരണക്കാരായ മനുഷ്യരെ കൊന്നൊടുക്കി എന്നതൊഴിച്ചാൽ സ്വന്തം നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥ ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ. ഇപ്പോൾ ഹമാസുമായി ഇസ്രായേൽ നടത്തിവരുന്ന യുദ്ധത്തിനിടയിലേക്ക് ഇറാനെ വലിച്ചിടാനും അതുവഴി അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങൾക്കൊപ്പം ഹമാസിനെതിരെ യുദ്ധത്തിൽ അണിചേരാനും വേണ്ടി ഇതുവരെ ഇസ്രായേൽ നടത്തിയ എല്ലാ ശ്രമങ്ങളും പാഴായിപ്പോയി എന്ന് മാത്രമല്ല, ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രിട്ടീഷ് അമേരിക്കൻ സന്നദ്ധ പ്രവർത്തകർ കൂടി കൊല്ലപ്പെട്ടതോടെ ലോകത്ത് തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ ജൂതരാഷ്ട്രത്തെ ഔദ്യോഗികമായി ആക്രമിക്കാനുള്ള പ്രതികാരവും കരുത്തും സ്വായത്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. സിറിയയിലെ ഇറാൻ എംബസിയിലേക്ക് മിസൈൽ ആക്രമണം നടത്തി ഇറാന്റെ 7ഓളം ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം കൊലപ്പെടുത്തിയതോടെയാണ് ഇതിന് പകരമായി ഇസ്രായേലിന്റെ കണ്ണു തള്ളിപ്പോകുമാറുള്ള പ്രത്യാക്രമണം തങ്ങൾ നടത്തുമെന്നും അതിനുള്ള ഉചിതമായ സമയം തങ്ങൾ കാത്തിരിക്കുകയാണെന്നും ഇറാൻ പരമോന്നത നേതാവ് തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ ലോകത്ത് ഒരിടത്തും ഇനി മുതൽ ഇസ്രായേലിന്റെ എംബസികൾ സുരക്ഷിതമായിരിക്കില്ലെന്നും ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതോടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കടുത്ത ഭീതിയിൽ കഴിയുകയാണ് ഇസ്രായേലിലെ ജനങ്ങൾ. ഇറാന്റെ ആക്രമണം ഏതു സമയത്തും പ്രതീക്ഷിച്ചിരിക്കുന്ന ഇസ്രായേൽ സർക്കാർ ജനങ്ങളോട് സുരക്ഷിത ബങ്കറുകളിലേക്ക് മാറാൻ ആവശ്യപ്പെടുന്ന ഘട്ടം വരെ എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഇറാൻ വലിയൊരു തിരിച്ചടിക്ക് ഒരുങ്ങി നിൽക്കുകയാണെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗമായ CIA ഉറപ്പിച്ചു കഴിഞ്ഞു. ഇറാന്റെ തിരിച്ചടി ഉറപ്പിച്ച അമേരിക്ക പതിവിൽ നിന്നും വിപരീതമായി തങ്ങളുടെ കേന്ദ്രങ്ങളെ ആക്രമിക്കരുതെന്ന കേണപേക്ഷയുമായി ഇറാനെ സമീപിച്ച വാർത്ത വൻ ട്വിസ്റ്റാണ് പശ്ചിമേഷ്യൻ സംഭവങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറാനുമായി ബദ്ധ വൈര്യത്തിലായിരുന്ന അമേരിക്ക ഏതാനും ദിവസം മുൻപ് ഇറാനുമായി ചില ചർച്ചകൾ നടത്തിയ വാർത്തകളും ഗസയിലെ ഭക്ഷ്യവിതരണക്കാരായ സന്നദ്ധ പ്രവർത്തകരെ കൊലപ്പെടുത്തിയതോടെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് അമേരിക്ക അന്ത്യശാസനം നൽകിയിരിക്കുന്നതും ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിൽ മറ്റൊരു വഴിത്തിരിവുണ്ടാകാനുള്ള സാധ്യതകളാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. അഥവാ ഇസ്രായേലിന് വേണ്ടുവോളം ആയുധങ്ങൾ നൽകി അമേരിക്കയും ബ്രിട്ടനും തങ്ങളുടെ ആയുധ വിൽപ്പന വിപണിയിൽ കൊയ്ത്ത് തുടരുന്നുണ്ടെങ്കിലും ഇറാഖിലും അഫ്ഗാനിലും നടത്തിയ പോലെ സ്വന്തം നിലയിൽ പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു യുദ്ധത്തിന് ഒരുക്കമല്ലെന്ന സൂചനകളാണ് അമേരിക്ക നൽകുന്നത്. അഫ്ഗാനിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്നതിന് ശേഷമാണ് അമേരിക്കയെ ഇത്തരത്തിൽ ഒരു ഭീതി പിടികൂടിയിരിക്കുന്നതെന്ന് ചുരുക്കം. അഥവാ തങ്ങളുടെ ആയുധബലം കൊണ്ട് മാത്രം നേടാനാവുന്നതല്ല പശ്ചിമേഷ്യയിലെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്ന തിരിച്ചറിവ് അമേരിക്കയ്ക്ക് വന്നിരിക്കുന്നു എന്നർത്ഥം. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഗസയിൽ വെടിനിർത്തലിനായി അമേരിക്ക ഇപ്പോൾ നന്നായി തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനാലാണ് ഇറാൻ എംബസി ആക്രമിച്ച ഇസ്രായേലിനെ തിരിച്ചടിക്കുമെന്ന് അമേരിക്ക ഉറപ്പാക്കുമ്പോഴും പശ്ചിമേഷ്യയിലെ തങ്ങളുടെ വിവിധ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കരുതെന്ന അപേക്ഷയുമായി അമേരിക്ക ഇറാനെ സമീപിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന് മറുപടിയായി ഇറാൻ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആക്രമിക്കപ്പെടാതിരിക്കാൻ ഇസ്രായേലിനെയും തങ്ങളുടെയും ഇടയിൽ നിന്നും മാറി നിൽക്കണമെന്നാണ്. ഏത് സമയത്തുമുണ്ടാകാവുന്ന ഇറാന്റെ പ്രത്യാക്രമണം വൈകുന്നതിന് പിന്നിൽ ഇസ്രായേലിനുള്ളിൽ ഇപ്പോൾ നെതന്യാഹുവിനും വലത് തീവ്ര വിഭാഗത്തിനുമെതിരെ തുടരുന്ന അതിശക്തമായ പ്രക്ഷോഭങ്ങളാണെന്നും ഇറാന്റെ പ്രത്യാക്രമണം നെതന്യാഹുവിനും സർക്കാരിനും അനുകൂലമാവാതിരിക്കാനും വേണ്ടിയാണെന്ന സൂചനകളാണുള്ളത്. ഇന്നലെ 10,000-കണക്കിന് ജനങ്ങളാണ് ഇസ്രായേലിന്റെ തെരുവുകളിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനും വലതുപക്ഷ തീവ്രവാദികൾക്കുമെതിരെ വമ്പൻ പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തിയത്. ഇതിനിടെ തെക്കൻ ഗസയിൽ നിന്നും ഒന്നൊഴികെ മുഴുവൻ സൈനിക യൂണിറ്റുകളെയും ഇന്നലെ മുതൽ ഇസ്രായേൽ പിൻവലിച്ചു തുടങ്ങി.